അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. അബു അരീക്കോടിൻ്റെ മരണം. അബു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് വലിയൊരു പാഠം തന്നെയാണ്. അറിഞ്ഞവർക്കും മനസ്സിലായവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മരണം. അബു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എല്ലാവർക്കും മോട്ടിവേഷനായ അബു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അബുവിൻ്റെ മരണത്തെ ചൊല്ലി ആളുകൾക്കൊക്കെ ഒന്നേ പറയാനുള്ളൂ, അബുവിൻ്റെ മരണം വിശ്വസിക്കാനാവുന്നില്ല എന്ന്. നിങ്ങൾക്കൊക്കെ അറിയാം അബു എങ്ങനെയാണ് ഈ ഒരു കെണിയിൽ പെട്ടുപോയതെന്ന്. മൊബൈലിലൂടെ ഏതോ ഒരു ഓൺലൈൻ ആപ്പ് വഴി ലോൺ എടുത്തു അത്രേ. ആ ലോൺ എടുത്തത് തന്നെ അബുവിൻ്റെ എന്തോ പഠന ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനെ ചൊല്ലിയായിരുന്നു അബുവിന് ഭീഷണി ഉണ്ടായത്. ആളുകൾക്കൊക്കെ ശക്തി പകർന്നു കൊടുക്കുന്ന അബു സ്വന്തം കാര്യം വന്നപ്പോൾ ഒന്ന് പതറിപ്പോയി. അബുവിന് എവിടെയാണ് പതറിപ്പോയത്? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ, ഒരു മനുഷ്യന്റെ ഉള്ളം തൊട്ടറിയാൻ അത്ര പെട്ടെന്നൊന്നും നമുക്ക് സാധിക്കില്ല. കാണുവാൻ നല്ല ഗൗരവക്കാരനായിരിക്കും, നല്ല ചങ്കുറ്റക്കാരനായിരിക്കും. അവൻ്റെ മനസ്സറിയാനാണ് പ്രയാസം. സ്വന്തം കാര്യം വന്നപ്പോൾ തളർന്നുപോയ അബു പല സുഹൃത്തുക്കളോടും ഈ ഒരു ഭീഷണിയെക്കുറിച്ച് പറയുകയുണ്ടായി. അവരൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുവെങ്കിലും അബുവിനത് അത്ര ഉൾക്കൊള്ളാനായില്ല. സുഹൃത്തുക്കളൊക്കെ സമാധാനിപ്പിച്ചുവെങ്കിലും പക്ഷെ അബുവിൻ്റെ മനസ്സിന് ഒരു സമാധാനം നൽകിയില്ല. അതങ്ങനെയാണ്. നമുക്ക് ഒരാളെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനാണ് പ്രയാസം. ഒരു നിമിഷത്തിൽ തോന്നുന്നതാണ്, ഒരു നിമിഷത്തിൽ തോന്നിപ്പോകുന്നതാണ്. നമ്മുടെ വഴികളൊക്കെ അടഞ്ഞു, ഇനി യാതൊരു വഴിയുമില്ല. ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുക, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുക. അബുവിനെ കാണാൻ നല്ല ചങ്കുറ്റമുള്ള ചെറുപ്പക്കാരനാണെങ്കിലും അങ്ങനെയാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത് എങ്കിലും അബുവിൻ്റെ മനസ്സ് ലോല ഹൃദയമാണെന്ന് നമുക്ക് ഈ മരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു ലോല ഹൃദയന് മാത്രമേ അവൻ്റെ ജീവിതത്തിൽ നിന്നും തോറ്റുകൊടുക്കാൻ അവന് ആവുകയുള്ളൂ. പലർക്ക് വേണ്ടി പ്രതികരിക്കുന്ന, പല ആളുകൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന മനുഷ്യൻ സ്വന്തം ആവശ്യം വന്നപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെടുക. അങ്ങനെയുള്ളവർ ലോല ഹൃദയന്മാരായിരിക്കും. സ്വന്തം കാര്യം വരുമ്പോൾ തളർന്നു പോവുക. ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പൊട്ട ബുദ്ധി, ആ ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാക്കാൻ. അബുവിന് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ഉപദേശിച്ചു കൊടുക്കാനും ഏറെ എളുപ്പമാണ്. പക്ഷെ അത് ഉൾക്കൊള്ളേണ്ടത് അത് അനുഭവിക്കുന്നവനാണ്. മനസ്സിന് ശക്തി നൽകാൻ, മനസ്സിന് കട്ടി നൽകാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും. സുഹൃത്തുക്കളായ നമ്മൾ അതിനാണ് ശ്രമിക്കേണ്ടതും. ഇന്ന് സോഷ്യൽ മീഡിയ ആകെ സങ്കടത്തിലാണ് അബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. അബു ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെങ്കിലും അതിനേക്കാൾ കൂടുതൽ ശത്രുക്കളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. താമസ സ്ഥലത്ത് ജീവനൊടുക്കിയ നിലയിലാണ് അബുവിനെ കണ്ടെത്തുന്നത്. അബു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് സുഹൃത്തുക്കളൊക്കെ പറയുന്നു. ഇതിൻ്റെ ശരിക്കും ഒരു സത്യാവസ്ഥ ഇനി പുറത്തു വരണമത്രേ. നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. പലതരത്തിലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. നമുക്കിപ്പോൾ അബുവിന് വേണ്ടി ചെയ്യാനുള്ളത് അവൻ്റെ മഅഫിറത്തിന് വേണ്ടി പടച്ചറബിനോട് തേടുക. അബുവിൻ്റെ മരണം എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ മനസ്സിന് ശക്തി പകരുക, നമ്മുടെ മനസ്സിന് ശക്തി പകർന്നെടുക്കുക. ഇത് പറയുമ്പോഴാണ് എൻ്റെ സുഹൃത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് ശ്രീജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അവൻ്റെ ചെറിയ പ്രായത്തിലെ അവൻ്റെ അമ്മയും അച്ഛനും അവനിക്ക് നഷ്ടമായിരുന്നു. എന്തോ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ് അവർ രണ്ടുപേരും. അന്നു മുതൽ ഇന്ന് വരെ അവൻ്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസമായിരുന്നു, ടെൻഷനായിരുന്നു. വളർന്നു വലുതായിട്ടും അമ്മയും അച്ഛനും ഇല്ലാത്ത വിഷമം അവനിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്നവനാണ്. അവനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് ആത്മഹത്യയുടെ ടെൻഡൻസി വളരെയേറെ കൂടുതലാണ്. എന്നും മരണത്തെക്കുറിച്ച് മാത്രമേ അവൻ പറയാറുള്ളൂ. എങ്ങനെയെങ്കിലും ഈ ലോകത്ത് നിന്നും പോയാൽ മതി എന്നുള്ളൊരവസ്ഥ. അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും എന്നും വായ്തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.
എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ഉമ്മയുടെ കാര്യങ്ങളും എൻ്റെ ഉപ്പയുടെ കാര്യങ്ങളും അവനിങ്ങനെ ചോദിക്കും. ഞാൻ അവനെന്നും മനസ്സിന് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ച് ജോലി ചെയ്തു. എപ്പോഴും അവന് ഒരു ടെൻഷൻ തന്നെയാണ്. മാതാപിതാക്കളില്ലാത്ത ആ ഒരു വിഷമം, ആ ഒരു പ്രയാസം അവൻ്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അതെന്നും എന്നോട് പറയുകയും ചെയ്യും, എങ്ങനെയെങ്കിലും ഈ ഒരു ജീവിതം അവസാനിച്ചാൽ മതിയെന്ന്. അപ്പോൾ എപ്പോഴും ഞാൻ അവനൊരു ധൈര്യം കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന നേരത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ 6 മാസം വീട്ടിൽ തന്നെ കിടപ്പായി. ആ ഒരു സമയത്താണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ഞാൻ കേട്ടത്. ശ്രീജിത്ത് എന്ന എൻ്റെ സുഹൃത്ത് അവൻ്റെ വീട്ടിനടുത്തുള്ള ഒരു മാവിൽ കെട്ടിത്തൂങ്ങി മരിച്ചു എന്ന്. എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി, വല്ലാത്ത സങ്കടമായിപ്പോയി. ഞാൻ അവനെ ചേർത്ത് പിടിച്ചതായിരുന്നു, അവൻ്റെ മനസ്സിന് ഞാൻ ധൈര്യം കൊടുത്തതായിരുന്നു. കുറച്ചു നാൾ ഞാൻ ഇല്ലാതായപ്പോൾ അവനുണ്ടായ മനപ്രയാസം ഒരുപാട് വലുതായിരുന്നു എന്ന് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു. നല്ല സുഹൃത്തുക്കൾ കൊടുക്കുന്ന ആ ഒരു മനധൈര്യം ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം തന്നെയാണ്. മനസ്സിന് ധൈര്യം പകർന്നു കൊടുക്കുക. ഇന്നും ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവൻ്റെ മുഖം ഓർമ്മ വരികയാണ്. എന്നും അവൻ ആത്മഹത്യയെക്കുറിച്ച് പറയുകയാണെങ്കിലും ഞാൻ അതിൻ്റെ ടെൻഡൻസി ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയായിരുന്നു. അതിനിടക്കാണ് എനിക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചതും ഇവൻ്റെ മരണം സംഭവിക്കുന്നതും. അബുവിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് എനിക്കും അറിയാവുന്നത്. എന്നാലും ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്ന ഞാൻ അബുവിൻ്റെ മരണവും നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. അവന് വേണ്ടി ദുആ ചെയ്യാണ്. പടച്ച റബ്ബ് അവന് പുറത്തു കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. പടച്ച റബ്ബേ, ഒരു നിമിഷത്തിൽ തോന്നിയ പൊട്ട ബുദ്ധിയാണ് റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ, മഅഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ പ്രായമാണ് റബ്ബേ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. മനസ്സിന് ശക്തി പകർന്നു കൊടുക്കണേ റബ്ബേ. മനക്കട്ടി നൽകണേ റബ്ബേ. ഇതുപോലൊരു ബുദ്ധി ഒരു മക്കൾക്കും നീ തോന്നിപ്പിക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നല്ല മക്കളാക്കി തരണേ റബ്ബേ. നല്ല സ്വാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ ചെറുപ്പക്കാരന് തെറ്റ് പറ്റിയതാണ് റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നിനക്കറിയാലോ അവൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും. കാരുണ്യവാനായ റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഅഫിറത്ത് കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ അവസാനം നീ നന്നാക്കി തരണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ആരും മുഷിപ്പ് തോന്നരുത്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.